Good morning, students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അഥവാ സ്ഥാനീയ ഉപയുക്തത വിശകലന രീതി എന്താണെന്ന് നമ്മൾ കണ്ടു. സ്ഥാനീയ വിശകലന രീതി അനുസരിച്ച്, അതായത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അനുസരിച്ച് ഉപയുക്തതയെ നമുക്ക് താരതമ്യം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അഥവാ നമുക്ക് വേരിയസ് ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസിനെ റാങ്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയില്ല സംഖ്യകൾ ഉപയോഗിച്ച്. We can rank the various combinations of goods that are available to the consumer. അഥവാ നമുക്ക് ഒരു വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന യൂട്ടിലിറ്റി, ലഭിക്കുന്ന സംതൃപ്തി മറ്റു വസ്തുവിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നൊക്കെ പറയാൻ കഴിയും. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ അഥവാ സ്ഥാനീയ ഉപയുക്തതാ വിശകലന രീതിയുടെ അടിസ്ഥാനം. ഇതുമായി ബന്ധപ്പെട്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രം. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന്, നിസ്സംഗത വക്രം എന്താണെന്ന് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സോ ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രം, നിസ്സംഗത വക്രം. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് കൺസംഷൻ ബണ്ടിൽസ് മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഉപഭോഗ ബണ്ടിൽസ്, ഓരോ ഉപഭോഗ കൂട്ടം. വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ആർ കോൾഡ് കൺസംഷൻ ബണ്ടിൽസ്. രണ്ട് വസ്തുക്കളുടെ സംയോഗത്തിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉപഭോഗ കൂട്ടം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ ഒരു അസംഷൻസ് നടത്തിയിട്ടുണ്ട്. ഉപഭോക്താവ് രണ്ട് വസ്തുക്കൾ മാത്രമേ കൺസംഷൻ ചെയ്യുന്നുള്ളൂ, ഉപഭോഗം ചെയ്യുന്നുള്ളൂ എന്ന്. ഉപഭോക്താവ് ഒരുപാട് വസ്തുക്കൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളെ പഠനം ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഫോർ മേക്കിംഗ് സിംപ്ലിസിറ്റി, we are assuming that the consumer consumes only two goods. രണ്ട് വസ്തുക്കൾ മാത്രമേ വാങ്ങുന്നുള്ളൂ, good 1 and good 2. നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ കൺസ്യൂമർ, ഉപഭോക്താവ് ബനാനാസും മാംഗോസും മാത്രമേ വാങ്ങുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ബനാന ആൻഡ് മാംഗോസ് ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉപഭോക്താവ് വാങ്ങുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ആ രണ്ട് വസ്തുക്കളുടെ വേരിയസ് കോമ്പിനേഷൻസ് ഞാനിവിടെ നോട്ട് ചെയ്യാം. കൺസംഷൻ ബണ്ടിൽസ് എന്ന് നമുക്ക് പറയാം, ഉപഭോഗ ബണ്ടിൽസ്. They are 115. It is a consumption bundle. 212, 310 and 49. These are the various combinations of two goods here, bananas and mangoes. So what this 115 means? 1 banana and 15 mangoes. 212 means 2 bananas and 12 mangoes. 310 means 3 bananas and 10 mangoes, and 4 bananas and 9 mangoes. So these are various or alternative combinations of two goods. We can call this as consumption bundles. ഇതിനെ നമുക്ക് കൺസംഷൻ ബണ്ടിൽസ് അഥവാ ഉപഭോഗ കെട്ടുകൾ എന്ന് പറയാം. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൺസംഷൻ ബണ്ടിൽസ് ഉപഭോക്താവിന് നൽകുന്ന സംതൃപ്തിയെ കുറിച്ചാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യുന്നത്. ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണെങ്കിൽ നമുക്ക്
സംതൃപ്തി അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ കഴിയും. സപ്പോസ് ഫസ്റ്റ് ബണ്ടിൽ കൺസ്യൂമറിന് 20 യൂട്ടിൽസ് നൽകുന്നു, സെക്കൻഡ് ബണ്ടിൽസ് 15 യൂട്ടിൽസ്, തേർഡ് ബണ്ടിൽസ് 12 ആൻഡ് ലാസ്റ്റ് ബണ്ടിൽസ് 10. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും ആദ്യത്തെ ബണ്ടിൽ, അതായത് ഒരു ബനാനയും 15 മാംഗോസും കൺസ്യൂമറിന് കൂടുതൽ സംതൃപ്തി നൽകുന്നു. ബിക്കോസ് ഈസ് ഗെറ്റിംഗ് 20 യൂട്ടിൽസ് ഫ്രം ദ ഫസ്റ്റ് ബണ്ടിൽ. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ ബണ്ടിലാണ് കൺസ്യൂമറിന് കൂടുതൽ സംതൃപ്തി നൽകുന്നത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഖ്യകൾ ഉപയോഗിച്ച് സംതൃപ്തി അളക്കാൻ കഴിയില്ല, അഥവാ യൂട്ടിലിറ്റി അളക്കാൻ കഴിയില്ല. നമുക്ക് താരതമ്യം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ യഥാർത്ഥ ജീവിതത്തിൽ, അഥവാ റാങ്ക് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ പറയാറ്. അതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ബേസ്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റീസിന്റെ അനാലിസിസ് ആണ്. അതിൽ വരുന്നതാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഇവിടെ ഒരു അസംപ്ഷൻ നമ്മൾ നടത്തുന്നു, ഈ മുഴുവൻ ബണ്ടിൽസും കൺസ്യൂമറിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നത്. That means all these bundles gives consumer equal satisfaction or equal utility. തുല്യ സംതൃപ്തിയാണ് കൺസ്യൂമറിന് ഈ ഓരോ ബണ്ടിലും നൽകുന്നത്. That means ഇതിൽ ഏത് തെരഞ്ഞെടുത്താലും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഈസ് ഇൻഡിഫറൻറ്റ്. കൺസ്യൂമറിന് ഏത് തെരഞ്ഞെടുത്താലും ഈസ് ഓക്കെ, ബിക്കോസ് all these bundles gives consumer equal satisfaction. 1.15 എന്ന ബണ്ടിൽ നൽകുന്ന അതേ സംതൃപ്തി തന്നെയാണ് കൺസ്യൂമറിന് 3.10 എന്ന് പറയുന്ന ബണ്ടിൽ കൊടുക്കുന്നത്. 1.15 അതായത് ഒരു ബനാനയും 15 മാംഗോസും ഉപഭോഗം ചെയ്യുമ്പോൾ ലഭിക്കുന്ന അതേ സംതൃപ്തി, സെയിം സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് 2.12 എന്ന് പറയുന്ന 2 ബനാനാസും 12 മാംഗോസും കൺസ്യൂം ചെയ്യുമ്പോൾ ലഭിക്കുന്നു. 4.9 എന്ന് പറയുന്ന ബണ്ടിൽ കൺസ്യൂം ചെയ്യുമ്പോഴും കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫാക്ഷനിൽ ഒരു മാറ്റവുമില്ല. That means all these bundles gives consumer equal satisfaction, തുല്യ സംതൃപ്തി. ഈ വേരിയസ് ബണ്ടിൽസ് നമ്മൾ ഒന്ന് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എക്സ് ആക്സിസിൽ നമ്മൾ ബനാനാസ് ആണ് കാണിക്കുന്നത്, y ആക്സിസിൽ നമ്മൾ മാംഗോസ് ആണ്. ഓക്കെ, സി ബനാനാസ് പോയിന്റ് ഔട്ട് 1, 2, 3 and 4 bananas, 1, 2, 3, 4. And what about mangoes? 9, 10, 12 and 15. So various combinations നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാം. First is 115. That means 1 banana and 15 mangoes. 1 banana and 15 mangoes. Then 212. 2 bananas and 12 mangoes. 310. ഇവിടെ വരും 4.9. Okay. ഇപ്പോൾ നമ്മൾ വേരിയസ് കോമ്പിനേഷൻസ് ഉപഭോഗ ബണ്ടിലുകൾ നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തു. സോ വി കോൾ ഈ പോയിന്റ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി ആൻഡ് ഡി. 4 പോയിന്റ്സും നമുക്ക് കിട്ടി, 4 ബിന്ദുക്കളും കിട്ടി. Let us join these points. ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് എല്ലാം നമ്മളൊന്ന്, ബിന്ദുക്കളെല്ലാം നമ്മളൊന്ന് ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്യുമ്പോൾ you will get a curve, ഒരു വക്രം കിട്ടും. ജോയിൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ യോജിപ്പിച്ച് ഈ രേഖ, ഈ ബിന്ദുക്കൾ നമ്മൾ യോജിപ്പിച്ചാൽ നമുക്കൊരു രേഖ കിട്ടും. And this curve is known as indifference curve. ഈ curveനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് curve അഥവാ നിസ്സംഗതാ വക്രം. നിസ്സംഗതാ വക്രത്തിലെ ഓരോ ബിന്ദുവും റെപ്രസെന്റ് ചെയ്യുന്നത്
ഓരോ ഉപഭോഗ ബണ്ടിലുകളെയാണ്. എ റെപ്രസെന്റ് ചെയ്യുന്നത് 5115 എന്ന് പറയുന്ന ഉപഭോഗ ബണ്ടിൽ. ബി റെപ്രസെന്റ് ചെയ്യുന്നത് 212 എന്ന ഉപഭോഗ ബണ്ടിൽ. ഈ ഓരോ ഉപഭോഗ ബണ്ടിലുകളും കൺസ്യൂമറിന് നൽകുന്നത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് നമ്മൾ കണ്ടു. സെയിം സാറ്റിസ്ഫാക്ഷൻ, തുല്യ സംതൃപ്തി. അപ്പോൾ ഇതിൽ ഏത് ബിന്ദുവിൽ കൺസ്യൂമർ നിന്നാലും കൺസ്യൂമറിന് ലഭിക്കുന്നത് എന്താണ്? ഒരേ സംതൃപ്തിയാണ്. ഈസ് ഇൻഡിഫറെന്റ് ടു ആൾ ദീസ് പോയിന്റ്സ്. ഇതിൽ ഏത് ബിന്ദു, ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഈസ് ഇൻഡിഫറെന്റ്. അദ്ദേഹത്തിന് ഇന്ന ഒരു ബിന്ദു, ഇന്ന ഒരു പോയിന്റ് തന്നെ വേണമെന്നില്ല. ബിക്കോസ് all these points or all these combinations of two goods gives consumer equal satisfaction. അപ്പോൾ അങ്ങനെ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ബണ്ടിൽസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന രേഖയാണ് ഇൻഡിഫറൻസ് കർവ്. So what do you mean by indifference curve? Indifference curve is the curve which joins all those points, represents various bundles which gives consumer equal satisfaction. തുല്യ സംതൃപ്തി നൽകുന്ന ബിന്ദുക്കൾ, തുല്യ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലുകൾ പ്രതിനിധീകരിക്കുന്ന ബിന്ദുക്കളെ യോജിപ്പിച്ചു വരച്ചാൽ ലഭിക്കുന്ന രേഖയാണ് നിസ്സംഗത വക്രം. സോ നമുക്ക് ഇൻഡിഫറൻസ് കർവിനെ ഡിഫൈൻ ചെയ്യാം. ഇൻഡിഫറൻസ് കർവ് ഈസ് ദ കർവ് which joins all points, representing bundles among which the consumer is indifferent or which gives the consumer same satisfaction. അതായത് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകൾ, ഉപഭോഗ ബണ്ടിലുകൾ, അവയെ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന രേഖയാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകത, ഏതൊരു ഇൻഡിഫറൻസ് കർവിലെ ബിന്ദുവും കൺസ്യൂമറിന് നൽകുന്നത് സെയിം സാറ്റിസ്ഫാക്ഷൻ. വെദർ ഇറ്റ് ഈസ് എ ഓർ ബി ഓർ സി ഓർ ഡി, കൺസ്യൂമർ ഗെറ്റ്സ് സെയിം സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഈസ് ഇൻഡിഫറെന്റ്, നിസ്സംഗതയാണ്. കൺസ്യൂമറിന് ഏത് ബിന്ദു തിരഞ്ഞെടുത്താലും is okay because all these points gives consumer equal satisfaction. So that is indifference curve. So indifference curve represents all those points which gives consumer equal satisfaction or is indifferent to all these points. ഏത് തിരഞ്ഞെടുത്താലും കൺസ്യൂമേഴ്സ് എടുത്തോളം get same satisfaction. So that is all about indifference curve, നിസ്സംഗതാ വക്രം. ഈ നിസ്സംഗതാ വക്രത്തിന്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, LMRS എന്ന് പറയും, ലോ ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻഡിഫറൻസ് കർവ് is a very important concept. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇൻഡിഫറൻസ് കർവ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ചിൽ ദെൻ, ഗുഡ് ബൈ.